there are gastric juices. ആ gastric juices ൽ എന്തുണ്ട്? HCl ഉണ്ട്, pepsin ഉണ്ട്, അതുപോലെ തന്നെ pepsinogen ആണ് ആക്ച്വലി ഉള്ളത്. HCl acidic environment ആണ് ഈ പറയുന്ന പോലെ pepsin ആയിട്ട് കൺവേർട്ട് ചെയ്യണേ. ആൻഡ് പെപ്സിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ജനറലി സ്റ്റമക്കിൽ നടക്കില്ല. റെനിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ ദെയർ ഫോർ ഇൻഫൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ വിച്ച് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഗോസ് ടു ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ കാര്യം പറഞ്ഞു. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത് ഹെർബിവോർസിന് കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആയിരിക്കും, കാർണിവോർസിന് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അതിന്റെ കാരണവും പറഞ്ഞു. കാരണം ഹെർബിവോർസ് എന്ന് പറയുന്നവർക്ക് എന്താണ് ഡൈജസ്റ്റ് ചെയ്യാനുള്ളത്? വേഗം പറഞ്ഞേ, ചാറ്റിലിട്ടെ, ചാറ്റിലിട്ടോണ്ടേ ഞാൻ പറയേണ്ടതിന്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരുടെ ആരുടെ ഹെർബിവോർസിന്റെ സെല്ലുലോസ് ഡൈജഷൻ? വെരി കറക്റ്റ്, സെല്ലുലോസ് ഡൈജഷൻ ഉണ്ട്. അതുകൊണ്ടാണ് it takes some time to actually digest the cellulose which is present in the plant cells. Okay, plant cells ന്റെ cell wall ന് cellulose ഉണ്ട്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് it has a longer small intestine. Now coming to human beings largest part of the alimentary canal എന്ന് പറയുന്നത് small intestine ആണ്. നിങ്ങൾക്ക് 6.5 meters ആണ് ഒരു അഡൽട്ട് മാനിന്റെ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഞാൻ ആ സാധനം നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടോ? നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ എക്സിബിഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 6.5 meters ആണ് അഡൽട്ടിൽ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. വൈ? ബിക്കോസ് സൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഡൈജഷൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഡൈജഷൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ മറക്കാൻ പാടില്ല. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് MCQ ക്വസ്റ്റ്യൻ ആണ്. അത് എന്തുകൊണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമ്മൾ വിളിക്കാൻ കാരണം അതിന്റെ ല്യൂമെൻ, അതിന്റെ ആ ഓട്ട ഉണ്ടല്ലോ, ഉള്ളിലത്തെ ഓട്ട, ദാറ്റ് ഇസ് നാരോ. അതേസമയം ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ല്യൂമെൻ ഇസ് കമ്പാരിറ്റീവ്ലി വൈഡ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കണേ. It doesn't mean that it is small. Small intestine is actually large and large intestine is actually small. It is because of the lumen we name it differently. Okay. Now herbivores ന്റെ കാര്യം പറഞ്ഞു, carnivores ന്റെ കാര്യം പറഞ്ഞു. നോട്ടിൽ എന്താ എഴുതണ്ടേ? നോട്ടിൽ എഴുതിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എഴുതിയേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്ന സ്ഥലമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കെമിക്കൽ ഡൈജഷൻ നടക്കാൻ പോണേ. കെമിക്കൽ ഡൈജഷൻ ഓഫ് കോഴ്സ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇസ് ദേർ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആസ് വെൽ. കുറച്ചൊക്കെ ഫിസിക്കൽ നടക്കും, ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ ഡൈജഷൻ ഹാപ്പൻസ് ഹിയർ. അപ്പൊ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ സദ്യ ഓഫ് ഓൾ ദി എൻസൈംസ്. അപ്പൊ ആരൊക്കെ എൻസൈംസ് അവിടെ കൊടുക്കണേ വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻറ്റസ്റ്റിനൽ വാൾസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റസ്റ്റിനൽ വാൾസ് തന്നെ ഇൻറ്റസ്റ്റിനൽ എൻസൈംസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. സെക്കൻഡ് സെറ്റ് ഇസ് ലിവർ ഗിവ്സ് ബൈൽ. ലിവർ ഗിവ്സ് ബൈൽ. തേർഡ് സെറ്റ് ഇസ് പാൻക്രിയാസ് ഗിവ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ് ഗിവ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഒന്നുകൂടി പറഞ്ഞേ, ഇൻറ്റസ്റ്റിനൽ വാൾസ് പ്രൊഡ്യൂസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാൾസ് തന്നെ ഇൻറ്റസ്റ്റിനൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് തിങ്, ലിവർ എന്താ തരണേ? ബൈല് തരും. തേർഡ് തിങ് ഇസ്, ഹലോ എല്ലാവരും പോയോ? കേൾക്കണ്ട എല്ലാവർക്കും? ഓക്കെ, തേർഡ് തിങ് is pancreas gives pancreatic juice. Pancreas gives pancreatic juice. ഇത്രയും സംഭവം ഓക്കെ ആയോ? ഓൾറൈറ്റ്, അപ്പൊ 3 പ്രാവശ്യം പറഞ്ഞേ എന്തൊക്കെയാണ്? intestine gives, ഞാൻ എഴുതാട്ടോ, ഇവിടെ ഭയങ്കര മഴയാണ്. intestinal walls. ഓക്കെ, ഇത് 3 പ്രാവശ്യം പറഞ്ഞ എല്ലാവരും. ഇപ്പോഴാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് മറക്കാൻ പാടില്ല. Now we are going to go through one by one. Okay, പാൻക്രിയാസ് എന്ന് പറയുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുള്ളത്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. വായിലെ സലൈവറി അമിലേസ് ആയിരുന്നു. പാൻക്രിയാസ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് അമിലേസ്. അമിലേസ് का मतलब क्या है? वो क्या डाइजेस्ट करेगा? സലൈവറി അമിലേസ് എന്താ ഡൈജസ്റ്റ് ചെയ്തേ? കാർബോഹൈഡ്രേറ്റ് ആണ് ഡൈജസ്റ്റ് ചെയ്തേ. പാൻക്രിയാറ്റിക് അമിലേസ് അപ്പൊ ആരെയായിരിക്കും ഡൈജസ്റ്റ് ചെയ്യണേ? ഒബ്വിയസ്ലി കാർബോഹൈഡ്രേറ്റിനെ ആയിരിക്കും ഡൈജസ്റ്റ് ചെയ്യണേ. അമിലേസ് മീൻസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. അമിലേസ് മീൻസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. സോ പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ആണ് നടക്കണേ.
Lipase, lip means fat lips എന്ന് നമ്മൾ പറയില്ലേ, fat lips. Lipase means fat digestion. Lipase means fat digestion. അതും അവിടെയുള്ളത് പാൻക്രിയാസിലാണ് ഉള്ളത്, പാൻക്രിയാറ്റിക് ജ്യൂസിലാണുള്ളത്. സോ പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ, ലിപ്പേസ് എന്ന് പറയുന്നത് ഫാറ്റ് ഡൈജഷൻ ആയിരിക്കും നടക്കണം. നൗ ട്രിപ്സിൻ ഇസ് സ്റ്റൊമക്കില് പെപ്സിൻ ഉണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിൻ ഉണ്ട്. ട്രിപ്സിൻ അഗൈൻ പ്രോട്ടീൻ ഡൈജഷൻ. Pepsin, trypsin, protein digestion. Pepsin, trypsin, protein digestion. Pepsin സ്റ്റൊമക്കിലെ, ട്രിപ്സിൻ പാൻക്രിയാസിൽ നിന്നും വരുന്നു. ആൻഡ് എങ്ങനെയൊക്കെയാ ഒരു കുഴൽ വഴി, പാൻക്രിയാസ് ഒരു കുട ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു കുഴൽ വഴി എങ്ങനെയൊക്കെയാ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണേ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കായിരിക്കും ഇതിന്റെ എല്ലാ ഡെപ്പോസിഷൻസും, എല്ലാ എൻസൈംസിന്റെ ഡെപ്പോസിഷൻസും വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ പാൻക്രിയാസിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ, വേഗം പറഞ്ഞേ. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആരൊക്കെ ഉണ്ട് അത് എഴുതിക്കോ താഴെ താഴെ. ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് അമിലേസ്, ഞാൻ പി അമിലേസ് എഴുതാം. ഓക്കെ, അത് എഴുതിക്കോ. പാൻക്രിയാറ്റിക് അമിലേസ് ആൻഡ് ലിപ്പേസ്, മൂന്നെണ്ണം എഴുതിയേ. മൂന്നെണ്ണം ആരൊക്കെയാ ഡൈജഷൻ എന്നുള്ളത് എഴുതി നോക്കിയേ. കാണാണ്ട് എഴുതിയോ, മാക്സിമം കാണാണ്ട് എഴുതിയ എല്ലാവരും, അപ്പൊ പഠിച്ചു തീരും. Trypsin, pancreatic amylase and lipase. Trypsin is for protein digestion, pancreatic amylase is for carbohydrate digestion, lipase is for fat digestion. Question ആണ്, bile related question definitely is going to be there. Bile ഉണ്ട്, bile എന്ന് പറയുന്നതിന്റെ പണി എന്തൊക്കെയാണ്, what are the jobs of bile എന്ന് പറയുന്നത് very 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 important question and I can tell this enough. അപ്പൊ bile എന്ന് പറയുന്നത് it provides alkalinity. See, stomach there was hydrochloric acid which was producing a acidic environment. But then what happens is, for all the small intestinal enzymes, pancreatic enzymes work ചെയ്യണമെങ്കിൽ, intestinal enzymes work ചെയ്യണമെങ്കിൽ, it requires an alkaline nature. ആ alkalinity provide ചെയ്യണത് bile ആണ്. Bile provides the alkalinity. അപ്പോൾ ബൈലിന്റെ രണ്ടാമത്തെ പണി, this is the first പണി which is to provide alkalinity. രണ്ടാമത്തെ പണി is to break down fats into small globules. See, fat digestion is comparatively difficult because the molecules of the fat എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. So what bile does is, bile has bile salt. Bile salt എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു സാധനങ്ങളുണ്ട്. ആ bile salt emulsifies fat എന്നാണ് പറയാ. Emulsifies means what? It breaks down big fat molecules to small fat globules. Fat is broken down into small fat globules. ഇതിനെയാണ് emulsification എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, ബൈലിന്റെ രണ്ട് പണികളാണ്. ഫസ്റ്റ് തിങ് ഇസ് ഇറ്റ് പ്രൊവൈഡ്സ് ആൽക്കലൈനിറ്റി, സെക്കൻഡ് തിങ് ഇസ് ബൈൽ ഹാസ് ബൈൽ സോൾട്ട്. യെല്ലോ കളറാണ് ബൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ വോമിറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മഞ്ഞപ്പാൽ പുറത്തേക്ക് വന്നു എന്ന് പറയില്ലേ, യെല്ലോ കളർ സ്റ്റഫ്, ആൻഡ് ദാറ്റ് ഒരു പുളി പോലെ തോന്നില്ലേ, ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ആൽക്കലൈൻ നേച്ചർ ഓഫ് ദ ബൈൽ. ഓക്കെ, അപ്പോൾ ഈ ബൈൽ എന്ന് പറയുന്നതിൽ ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, ബൈൽ സോൾട്ട് ആണ് അൾട്ടിമേറ്റ്ലി ഫാറ്റിനെ ബിഗ് ഫാറ്റിനെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അഗെയിൻ ആരെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരിക്കൽ കൂടി പറഞ്ഞാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്ന സാധനം, സലൈവറി ഗ്ലാൻസ് ഉണ്ട്, അതുപോലെ ലിവർ പ്രൊവൈഡ്സ് ബൈൽ ഉണ്ട്, അതുപോലെ പാൻക്രിയാസ് പ്രൊവൈഡ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് ട്രിപ്സിൻ ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും സംഭവങ്ങളാണ്. ലിപ്പേസും കൂടി ഉണ്ട്. ഓക്കെ, അതിന്റെയൊക്കെ ഡൈജഷൻ എന്താണ് എന്നുള്ള എല്ലാ പരിപാടികളും നമ്മൾ കണ്ടു. ഓൾറൈറ്റ്, ഇനി ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയാണ് ലിവർ. ഭയങ്കര ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ബോഡിയാണ് ലിവർ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ ലിവർ. അപ്പോൾ ഇത് ലിവറിൽ ഹെപ്പാറ്റിക് ഡക്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ ലിവറിൽ നിന്നുള്ള ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാ സെക്രീഷൻസും ഗോൾ ബ്ലാഡറിൽ പോയിട്ട് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഗോൾ ബ്ലാഡറിൽ നിന്നും ലിവറിൽ നിന്നും ഒരു കുഴൽ വഴി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഇത് കണ്ടോ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ബൈല് അവസാനം കയറും. ഓൾറൈറ്റ്, അപ്പൊ ഇവിടെ തന്നെ പാൻക്രിയാസും ഉണ്ട്. അപ്പൊ പാൻക്രിയാസിന്റെ സെക്രീഷൻസും ലിവറിന്റെ സെക്രീഷൻസും ഒന്നിച്ച് രണ്ടും കൂടിയിട്ടാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കയറുന്നത്. എന്നിട്ട് അവിടെ എല്ലാ ഡൈജഷനും നടക്കണം. ആൻഡ്
ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻസിന് അപ്പന സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ ഇൻഡസ്ട്രിയൽ വാൾസിന് തന്നെ അപ്പന ഗ്ലാൻസ് ഉണ്ട്. ഓക്കെ, അവരുടെ ഗ്ലാൻസ് ഉണ്ട് ആൻഡ് ദേ പ്രൊഡ്യൂസ് എൻസൈംസ് ആസ് വെൽ. ഇത് എന്തിനെയൊക്കെയാ ഹെൽപ്പ് ചെയ്യണേ? കാർബോഹൈഡ്രേറ്റിനെയും ഡൈജസ്റ്റ് ചെയ്യും, പ്രോട്ടീനെയും ഡൈജസ്റ്റ് ചെയ്യും, ഫാറ്റിനെയും ഡൈജസ്റ്റ് ചെയ്യും. നോ ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി എൻഡ് പ്രോഡക്റ്റ്? സി വാട്ട് ഈസ് ദ ഹോൾ പ്രോസസ് ഓഫ് ഡൈജഷൻ? ഡൈജഷൻ മീൻസ് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം സിമ്പിൾ ആക്കി. സോ എനിവേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാട്ടർ സോല്യൂബിൾ എക്സെപ്റ്റ് ഫോർ ഫാറ്റിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് വാട്ടർ സോല്യൂബിൾ ഇപ്പം ആവില്ല, കുറച്ച് സമയം എടുക്കും. എന്നാൽ പോലും ജനറലി ഇറ്റ് ഈസ് എ വാട്ടർ സോല്യൂബിൾ സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് ഡൈജഷന് ശേഷം കിട്ടുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് ശേഷം എൻഡ് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഗ്ലൂക്കോസ്. കാർബോഹൈഡ്രേറ്റ് ടു ഗ്ലൂക്കോസ്, proteins to amino acid. Fats ന്റെ ഡൈജഷന് ശേഷം എന്താ ഉണ്ടാവുക? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആണ് എൻഡ് പ്രോഡക്റ്റ്. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, ഓൾ ദീസ് എൻഡ് പ്രോഡക്ട്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എൻഡ് പ്രോഡക്ട്സും ഒബ്വിയസ്ലി വളരെ സ്മോൾ ആയിരിക്കും, വാട്ടർ സോല്യൂബിൾ ആയിരിക്കും ആൻഡ് the whole process of digestion is met here where small intestine. So ultimately digestion എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ഇഡലി കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി, ഈ പറയുന്ന ഇഡലിയിലുള്ള ഉഴുന്നിലുള്ള പ്രോട്ടീനിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റി, ഈ പറയുന്ന ഇഡലിയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയിലുള്ള ഫാറ്റിനെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റി. ഇതെല്ലാം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നടന്നു എന്ന് പറഞ്ഞ കാര്യമില്ല, ഇതെല്ലാം നമ്മൾ അബ്സോർബ് ചെയ്യണം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇരുന്നാൽ മതിയോ? പോരാ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും എങ്ങോട്ടേക്ക് കയറണം? ഇറ്റ് ഷുഡ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതിന് ബ്ലഡിലേക്ക് കയറണം. ബിക്കോസ് ബ്ലഡ് ഇസ് ദ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ടിങ് ഓൾ ദ ന്യൂട്രിയൻസ്. സോ ബ്ലഡിലേക്ക് കയറണമെങ്കിൽ അബ്സോർപ്ഷൻ നടക്കണം, അബ്സോർപ്ഷൻ ടു ദ ബ്ലഡ് നടക്കണം. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് തിങ്. അപ്പൊ ഇത് പറഞ്ഞ എല്ലാത്തിനും അപ്പൊ ഇനിയുള്ളത് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ വേർ ഡസ് അബ്സോർപ്ഷൻ ഹാപ്പൻ? കംപ്ലീറ്റ് സൈറ്റ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇസ് ഓൾസോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ പക്ഷെ കുറച്ച് എമൗണ്ട് മൗത്തിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ ഡൈജസ്റ്റ് ആവും. സ്റ്റൊമക്കിൽ ഈ പറയുന്ന പോലെ ഗ്ലൂക്കോസ്, ആൽക്കഹോൾ ഒക്കെ കുറച്ച് സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ആവും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വാട്ടർ പോലത്തെ സാധനങ്ങൾ, ചില ഡ്രഗ്സ് ഒക്കെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ആവും. പക്ഷെ മെയിൻ ഏരിയ എപ്പോഴും സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഡൈജസ്റ്റഡ് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ പല ഏരിയാസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ ഇലിയം, ഡുവോഡിന, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ഏരിയാസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സോ ഈ ഡൈജസ്റ്റഡ് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വാൾസിൽ കൂടി അകത്ത് കൂടി ല്യൂമനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ വാൾസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അബ്സോർബ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ കൊടുക്കുക? ഈ സ്റ്റൊമക്കിന്റെ വാൾസിൽ കുറേ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ഇറ്റ് ഈസ് ഡിസൈൻഡ്. ഓക്കെ, വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫോർ അബ്സോർപ്ഷൻ? പക്ഷെ പ്രോസസ്സസ് ആ ന്യൂട്രിയൻസിന് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, കുറേ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് for in the walls of the stomach. അപ്പോൾ ആ ബ്ലഡ് കാപ്പിലറീസിന്റെ ഉള്ളിലേക്കുള്ള ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് ഇറ്റ് സർക്കുലേറ്റ്സ് ത്രൂ ഔട്ട് ദ ബോഡി. എന്നിട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് റീച്ചസ് ദ സെൽ. സോ സെല്ലിന് ഗ്ലൂക്കോസ് കിട്ടി, ന്യൂട്രിയൻസ് കിട്ടി. ഓക്കെ, സോ വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ? അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഒരു വാൾസ് നമ്മൾ നോക്കിയാൽ there are lots of finger like projections. ഈ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വില്ലൈ എന്ന് നമ്മൾ പറയണത്. ദിസ് വില്ലൈ അഗെയിൻ ഹാസ് പ്രൊജക്ഷൻ. ഇതിപ്പോ നമ്മൾ ഒരു സെറ്റ് കാണുള്ളൂ, ഇതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതിന്റെ പേര് മൈക്രോ വില്ലൈ എന്നാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വില്ലൈയുടെ പ്രത്യേകത എന്താ? വൈ ഡു യു തിങ്ക് വില്ലൈ ഇസ്? ഓക്കെ, അപ്പൊ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അപ്പൊ ടീച്ചർ റെക്കോർഡ് ചെയ്യണ്ടോ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നീ എന്നോട് ചോദിക്കണം. അത് ചെയ്യണം, അതാണ് ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ത്രൂ ഓൺലി ദിസ് സർഫസ് അല്ലെ. പക്ഷെ ഇങ്ങനെ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് എത്ര സർഫസ് ഉണ്ട്? ഇത്രേ ഏരിയ. നൗ ഇറ്റ് ട്രെമെൻഡസ്ലി ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. ദാറ്റ് ഈസ് വൈ വില്ലൈ ആൻഡ് മൈക്രോ വില്ലൈ ഇസ് ദർ. വില്ലൈ എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് അഡാപ്റ്റേഷൻ ബിക്കോസ് ലാർജ് സർഫസ് ഏരിയ ഇത് പ്രൊവൈഡ് ചെയ്യും. ഇനി രണ്ടാമത്തെ, അപ്പൊ ലാർജ് സർഫസ് ഏരിയ ഇസ് വൺ ഓഫ് ദി അഡാപ്റ്റേഷൻസ് ഫോർ വിച്ച് എ ലോട്ട് ഓഫ് വില്ലൈ ഇസ് ഗെറ്റിംഗ് പ്രൊവൈഡഡ്. ആൻഡ് ഈ വില്ലൈക്ക് ചുറ്റും എന്താ ഉള്ളത്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ബ്ലഡ് കാപ്പിലറീസ് ഇത് കണ്ട് ഒരു വില്ലൈ ആണെങ്കിൽ ആ വില്ലൈക്ക് ചുറ്റും ബ്ലഡ് കാപ്പിലറീസും ഉണ്ട്, ലിംഫിന്റെ വെസൽസും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. കാപ്പിലറീസും ഉണ്ട്, ലിംഫ് വെസൽസും ഉണ്ട്. കാപ്പിലറീസ് മീൻസ് അതിലാണ് ബ്ലഡ് ഉള്ളത്.
Okay, blood in the vessels, blood in the corallugal, of course blood travels through all corallugal. There are three types of corals. Okay, എന്തൊക്കെ corallugal ഉള്ളത്? Arteries ഉണ്ട്, veins ഉണ്ട്, capillaries ഉണ്ട്. Arteries, veins, capillaries. Capillaries are very very thin ആയിട്ടുള്ള blood vessels ആണ്. Okay, capillaries എന്ന് പറയുന്നത് വളരെ thin ആയിട്ടുള്ള blood vessels ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ വളരെ thin ആയിട്ടുള്ള blood vessels നമ്മൾ ഈ small intestine വില്ലയ്ക്ക് ചുറ്റും കൊടുക്കണേ? എന്തുകൊണ്ടാ ഭയങ്കര കട്ടിയുള്ള ഈ പറയണ ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് അഡാപ്റ്റേഷൻ ഇസ് villi is provided to increase the surface area so that there is large area for actual absorption to take place. Second adaptation is lots of blood capillaries are provided around the villi and lot of lymph vessels are also provided around the capillary. Why do you think that adaptation is there? Obviously blood capillaries are going to have blood. ആ ബ്ലഡിലോട്ടാണ് അബ്സോർപ്ഷൻ നടക്കേണ്ടത് എന്നുള്ളത് ഒന്ന്. അതുപോലെ ലിംഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ആ ലിംഫിലേക്ക് ഫാറ്റ്സ് അബ്സോർബ്ഡ് ആവും എന്നുള്ളത് ഒന്ന്. പക്ഷെ why do you think capillaries are there? കാപ്പിലറീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വളരെ തിൻ വാൾഡ് ആയിട്ടുള്ള സാധനം. അതേസമയം ആർട്ടറീസ്, വെയിൻസ് എന്നൊക്കെ പറയുന്നത് തിക്ക് കുഴലുകളാണ്, തിക്ക് വാൾഡ് ആയിട്ടുള്ള സാധനമാണ്. why do you think that adaptation is there? കാപ്പിലറീസ് എന്തുകൊണ്ട് പ്രൊവൈഡഡ് ആയി? തിൻ വാൾഡ് ആയതിന്റെ കാരണം ഡിഫ്യൂഷൻ. അതന്നെ ഫാസ്റ്റർ ആയിട്ട് കറക്റ്റ് അനു അതാണ് പറഞ്ഞത് അല്ലെ. ഫാസ്റ്റർ ഡിഫ്യൂഷൻസ് ഒരു സർഫസ്, ഇതാണ് എന്റെ കൈ നോക്കിക്കോ എല്ലാവരും, ഇതാണ് നമ്മുടെ ഒരു സർഫസ് എന്ന് വിചാരിച്ചോ, ഇതാണ് നമ്മുടെ കാപ്പിലറി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വില്ല എന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു വാൾ കൊണ്ടുവച്ചാ ഈ ന്യൂട്രിയൻസിന് ഇറ്റ് ഹാസ് ടു പാസ് ഓവർ ത്രൂ എ വെരി തിക്കായിട്ടുള്ള വാൾ അല്ലേ. തിൻ വാൾ ഉണ്ടെങ്കിൽ ഈസിലി ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈസി ഡിഫ്യൂഷൻ ഹാപ്പൻസ് ഓൺലി വെൻ ദർ ഇസ് തിൻ വാൾസ്, thin walls of separation alle. So obviously the second adaptation is blood capillaries are provided. Blood capillaries varunathu endukondana? Two things, blood is there, second thing is thin walls of separation are there for easy, for facilitating easier diffusion. adu koodite nammal parayana. appo rendu adaptations aanu ullathu. All right, now അപ്പൊ വില്ലായി ഉണ്ട്, അതുപോലെ തന്നെ അപ്പൊ കാപ്പിലറീസിന്റെ ഉള്ളിലത്തെ ബ്ലഡിലേക്ക് നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം കയറി കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ത്രൂ ഔട്ട് ദ ബ്ലഡ്, ത്രൂ ഔട്ട് ദ ബോഡി ബ്ലഡ് ഈ പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയിട്ട് എത്തിക്കും. ഇനി ഇതുപോലെ ഗ്ലൂക്കോസ് ഉണ്ട്, കുറേ ഗ്ലൂക്കോസ് ഉണ്ട്. നമുക്ക് ബോഡിക്ക് അപ്പൊ എനർജി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനർജി നമ്മൾ ആ ഗ്ലൂക്കോസിൽ നിന്ന് യൂസ് ചെയ്യും. പക്ഷെ ഇൻ കേസ് എക്സ്ട്രാ ഡൈജസ്റ്റഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇസ് ദേ, ലിവറിൽ പോയിട്ട് സ്റ്റോർ ചെയ്യും. ലിവറിൽ പോയിട്ട് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എക്സ്ട്രാ ഗ്ലൂക്കോസ് ഇസ് സ്റ്റോർഡ് ഇൻ ലിവർ, ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് നോട്ട് എഴുതിക്കോ. ഷോർട്ട് നോട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അഡാപ്റ്റേഷൻസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രി. അതിൽ എന്താ പറഞ്ഞത്? വില്ലൈ. ഫസ്റ്റ് വൺ വില്ലൈ ടു ഇൻക്രീസ് സർഫസ് ഏരിയ. സെക്കൻഡ് വൺ കാപ്പിലറീസ് അറൌണ്ട് വില്ലൈ provides blood. Second point is thin walls of separation. ഇത് രണ്ടാണ് എഴുതിട്ടോ, thin walls of separation. All right, ഇനി അടുത്തത് എക്സ്ട്രാ ബ്ലഡ്, ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി കൊണ്ടുപോകും, നിങ്ങൾക്ക് അറിയാലോ, അത് പ്രശ്നമില്ലല്ലോ. നെക്സ്റ്റ് എക്സ്ട്രാ ഗ്ലൂക്കോസ് സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ, അത് എഴുതിക്കോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തേ. Now coming to egestion. Egestion എന്ന് പറയുന്നത് എന്താ? സ്മോൾ ഇൻഡസ്റ്റൈനിലെ അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞു, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അബ്സോർബ് ചെയ്തു. ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനം, അൺഡൈജസ്റ്റഡ് ഫുഡ് എന്താ ചെയ്യണേ? സ്മോൾ ഇൻഡസ്റ്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഡൈജസ്റ്റഡ് ഫുഡ് ഡയറക്ട്ലി പാസസ് ഓൺ ടു ലാർജ് ഇൻഡസ്റ്റൈൻ ഓഫ് കോഴ്സ്. എന്നിട്ട് ലാർജ് ഇൻഡസ്റ്റൈനിൽ എന്താ ചെയ്യണം? അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും അങ്ങനെ ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് കയറി. ലാർജ് ഇൻഡസ്റ്റൈനിൽ ഈ പറയുന്ന പോലെ മോളിലോട്ട് അസെൻഡിങ് എന്ന് പറയുന്ന ലിംഫ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് ലിംഫ് ഉണ്ട്. ഇങ്ങനെ പല സൈഡിലായിട്ട് ഉണ്ട്. എന്നിട്ട് ഈ ഇതിലേ കൂടിയിട്ട് ലാർജ് ഇൻഡസ്റ്റൈനിൽ കൂടി പോകുമ്പോൾ അൺഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും എക്സ്ട്രാ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ അങ്ങ് അബ്സോർബ് ആവും. വാട്ടർ അബ്സോർബ് ആയി വരുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? ആ അൺഡൈജസ്റ്റഡ് ഫുഡ് ഇറ്റ് ബിക്കം സോളിഡിഫൈ, majorly solid ആവും. അപ്പൊ ഫീക്കൽ മാറ്റർ ഇസ് വെരി സോളിഡ് ഇൻ നേച്ചർ അല്ലെ. ആൻഡ് അൾട്ടിമേറ്റ്ലി ലാർജ് ഇൻഡസ്റ്റൈനിന്റെ അവസാനം റെക്ടത്തിൽ കുറച്ച് നേരം സ്റ്റോർ ആവും. റെക്ടത്തിൽ നിന്നും ഏനസ് വഴി പുറത്തേക്ക് പാസ് ഔട്ട് ആവും. ആഫ്റ്റർ സം ടൈം ബിക്കോസ് ഓഫ് ദ മസ്കുലർ മൂവ്മെന്റ്സ് ആണ് ഏനസ് വഴി പാസ് ആവും.
യു ഗോട്ട് മൈ പോയിന്റ്. അപ്പൊ ഇജക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ലാർജ് ഇൻഡസ്റ്റൈൻ, ഇജക്ഷൻ എഴുതിയിട്ട് ലാർജ് ഇൻഡസ്റ്റൈൻ എഴുതിയേ. ലാർജ് ഇൻഡസ്റ്റൈൻ വാട്ടർ അബ്സോർപ്ഷൻ, സോളിഡ് ഫീക്കൽ മാറ്റർ passed out through rectum and anus. Rectum എന്നിട്ട് ഒരു ആരോ ഇട്ടിട്ട് anus. കമ്മിങ് അഗൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോട്ട് വായിച്ചോണ്ടേടാ കുട്ടികളെ, ഞാൻ അയച്ചിട്ടുണ്ട് ഓൾറെഡി, യു ഹാവ് ടു റീഡ് ഇറ്റ് ഔട്ട്. ഇനി ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഓക്കെ, അതിന് മുമ്പ് ഒരു പരിപാടി ചെയ്ത് see we all know that plants എന്ന് പറയുന്നത് എന്താണ്? autotrophic nutrition ആണ്. autotrophic means अपना अपना food अपना अपना बनाएंगे. अपना food कैसे बनाते हैं? inorganic സാധനങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കണേ. inorganic സാധനങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ, പ്ലാന്റ്സിലെ ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ റോ മെറ്റീരിയൽസ് ആവശ്യം എന്ന് പടപടേന്നിട്ടേ ചാറ്റില് പെട്ടെന്നിട്ടെ. എന്തൊക്കെയാ വേണ്ടേ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പ്ലാന്റ്സിന്? സൺലൈറ്റ് വേണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ വാട്ടർ. ഓഫ് കോഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. ഈ മൂന്ന് സാധനങ്ങളിൽ നിന്നാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കണേ. ആൻഡ് വാട്ട് ഇസ് ദ ഫുഡ്? ഫുഡ് ഈസ് ദ കാർബോഹൈഡ്രേറ്റ്. സിംപ്ലസ്റ്റ് ഫുഡ് ഈസ് ദ കാർബോഹൈഡ്രേറ്റ്. C6H12O6 വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഗ്ലൂക്കോസ് C6H12O6 ആണെന്നുള്ളത് 10 പ്രാവശ്യം പറഞ്ഞേ. ഗ്ലൂക്കോസ് C6H12O6 10 പ്രാവശ്യം പറഞ്ഞേ. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന് ഈ പറയുന്ന പോലെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യും, വാട്ടറും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ലൈറ്റ് ഫ്രം സണ്ണും യൂസ് ചെയ്യും. ലൈറ്റ് ഫ്രം സണ്ണിനെ ട്രാപ്പ് ചെയ്യാൻ പ്ലാന്റ്സിന് എന്ത് വേണം? ഓഫ് കോഴ്സ് ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ ഈസ് എ ഗ്രീൻ കളർ പിഗ്മെന്റ്. ഈ ഗ്രീൻ കളർ പിഗ്മെന്റ് എവിടെയുള്ളത് പ്ലാന്റ്സിലെ? പ്ലാന്റിന്റെ ഉള്ളില് പ്ലാന്റ് സെല്ലിന്റെ, പ്ലാന്റ് സെല്ലിന്റെ ഉള്ളില് ഒരു ഓർഗനൽ ഉണ്ട്. ഓർഗനൽ വി ഹാവ് സ്റ്റഡീഡ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ദർ ആർ ലോട്ട് ഓഫ് ഓർഗനൽസ് ഇൻ ദ സെൽ. പ്ലാന്റിൽ ഉള്ള ഓർഗനൽ, പ്ലാന്റ് സെല്ലിൽ ഉള്ള ഓർഗനൽ ആണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ആ ക്ലോറോഫിൽ ഇസ് എ ഗ്രീൻ കളേർഡ് പിഗ്മെന്റ്. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് യൂസിങ് ദ ലൈറ്റ് ഫ്രം സൺലൈറ്റ്, ലൈറ്റ് ഫ്രം സൺലൈറ്റ്, ക്ലോറോഫില്ലിന്റെ പ്രസൻസിൽ ഇറ്റ് ഗിവ്സ് എന്താണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഫോർമുല C6H12O6 ആൻഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ഓക്സിജൻ. ദിസ് ഓക്സിജൻ ഈസ് എന്താ പറയുക, ഇറ്റ് ഇസ് എക്സ്പെൽഡ് ഫ്രം ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്നും അത് പുറത്തേക്ക് കളയും. ഓക്കെ, സോ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും ഗ്ലൂക്കോസും വെച്ച്, അല്ല വാട്ടറും ലൈറ്റും വെച്ചിട്ട് ഉണ്ടാക്കണ ഗ്ലൂക്കോസ്, എക്സ്ട്രാ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പ്ലാന്റ്സ് ഓഫ് കോഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നത്? അതിന്റെ എനർജി പ്രൊവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എക്സ്ട്രാ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇറ്റ് is stored as സ്റ്റാർച്ച് ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യണത്. അതേസമയം അനിമൽസിൽ എന്തായിട്ടാ സ്റ്റോർ ചെയ്തത്? ഹ്യൂമൻ ബീങ്സിൽ എന്തായിട്ടാ സ്റ്റോർ ചെയ്തത് എക്സ്ട്രാ ഗ്ലൂക്കോസ്? ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. പക്ഷെ പ്ലാന്റ്സിൽ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യണേ? പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യണത് സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യണത്. So what are the raw materials required എന്നുള്ളത് ഒരു സെറ്റ് പഠിക്കാനുണ്ട്. എവിടെ നിന്ന് ഈ റോ മെറ്റീരിയൽസ് കിട്ടണേ എന്നുള്ളത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് പഠിക്കാനുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ചുറ്റും കാണുന്ന എയറിൽ നിന്നാണ് കിട്ടുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്നും കിട്ടും. ആ എയറിലേക്ക് ആ എയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കയറണേ? അഫ്കോഴ്സ് കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് ഇസ് ദ ലീവ്സ്. ലീവ്സിലാണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കണേ. അപ്പൊ ലീവ്സ് എന്തുണ്ട്? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സാധനമുണ്ട്. സ്റ്റൊമാറ്റ ഇസ് ദ ഓട്ട്. ഓക്കെ, ഒരു കുറെ ഓട്ടുകളുണ്ട്. പോഴ്സ് ആണിത്. പോഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്. ആ പോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും തുറന്നല്ല ഇരിക്കണം. ആ ലീവ്സിൽ തന്നെ ഈ ഓട്ടേനെ മാനേജ് ചെയ്യാൻ who decides this particular pore is open or not? That is decided by two guard cells. രണ്ട് guard cells ഉണ്ട്. അപ്പൊ ഈ guard cellsനെയും പോറിനെയും ഒന്നിച്ചിട്ടാണ് നമ്മൾ stomatal apparatus എന്ന് പറയുന്നത്. So the guard cells and the pore together make the stomatal apparatus. So what happens when the stomata is open? The pore is open. That means പുറത്തു നിന്നുള്ള എയർ ഈ പോറിന്റെ ഉള്ളിൽ കൂടിയിട്ട് ലീവ്സിലേക്ക് കയറും. But then when the stomata is closed, ഉള്ളിൽ നിന്നും പുറത്തേക്കും എയർ പോവില്ല, ഗ്യാസ് പോവില്ല, പുറത്തു നിന്ന് ഉള്ളിലേക്കും ഗ്യാസ് പോവില്ല. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറണേ? ത്രൂ ദ സ്റ്റൊമാറ്റൽ പോർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് കയറണേ, ലീവ്സിന്റെ ഉള്ളിലേക്ക് കയറണേ. നൗ കമ്മിങ് അഗൈൻ 2-3 കാര്യങ്ങളുള്ളത്. ലീവ്സിന്റെ എവിടെയാണ് സ്റ്റൊമാറ്റൽ പോർ ഉള്ളത്? വേർ യു ഫൈൻഡ് സ്റ്റൊമാറ്റൽ പോർ ഇൻ ലീവ്സ്?
അണ്ടർ സൈഡ് ആണ്, ബിക്കോസ് സ്കൂളിൽ അതാണല്ലോ പറഞ്ഞു തന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ അണ്ടർ സൈഡ് ഓഫ് ദ ലീവ്സിൽ എന്തുകൊണ്ടാ കൂടുതൽ, അപ്പൊ ഇങ്ങനെ ഒരു ലീഫ് ഉണ്ടെങ്കിൽ താഴെയാണ് ഏറ്റവും കൂടുതൽ ലീവ്സ്, ഏറ്റവും കൂടുതൽ പോറുള്ളത്. അപ്പൊ സ്റ്റൊമാറ്റൽ പോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ അങ്ങനെ തിരിച്ചറിവൊന്നുമില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ആരും കൊടുത്തിട്ടില്ല. ഈ ഉള്ള എന്ത് സാധനം ഉള്ളിലുണ്ടെങ്കിലും വാട്ടർ വേപ്പർ ആണെങ്കിലും സ്റ്റൊമാറ്റൽ പോറിൽ കൂടി പുറത്തേക്ക് പോകും, ഓക്സിജൻ പുറത്തേക്ക് പോകും, കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് പോകും. സ്റ്റൊമാറ്റൽ പോറിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് വാട്ടർ വേപ്പറും ഓക്സിജനും പുറത്തു പോണേ, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, അഥവാ പുറത്താണ്, ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ടോപ്പ് സൈഡ്, ലീഫിന്റെ അപ്പർ സൈഡിലാണ് സ്റ്റൊമാറ്റൽ പോർസ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? യശ ഉറങ്ങാണോ? യശ അവിടെ ലീവ്സിന്റെ അപ്പർ സൈഡിലാണ് സ്റ്റൊമാറ്റൽ പോർസ് എന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ സൺലൈറ്റ് ഇസ് മോർ, ഇവാപറേഷൻ ഇസ് മോർ, അപ്പൊ പ്ലാന്റ്സ് വിൽ ടെൻഡ് ടു ലൂസ് മോർ വാട്ടർ. അതുകൊണ്ട് പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ ബോട്ടം സൈഡിലായിരിക്കും സ്റ്റൊമാറ്റൽ പോർ കൂടുതൽ ഉണ്ടാവുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? രണ്ടാമത്തെ പോയിന്റ് ഈ പറയുന്ന പോലെ സ്റ്റൊമാറ്റ എങ്ങനെയാണ്, ഗാർഡ് സെൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? വെൻ ഇനഫ് വാട്ടർ ഇസ് അവൈലബിൾ, ഗാർഡ് സെൽസ് എന്ത് ചെയ്യും? ഗാർഡ് സെൽസ് ടേക്ക് ഇൻ ദീസ് ടു ഗാർഡ് സെൽസ്. ഗാർഡ് സെൽസ് ആർ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. സോ വെൻ ഇനഫ് വാട്ടർ ഈസ് അവൈലബിൾ, വാട്ട് ഡു ദീസ് ഗാർഡ് സെൽസ് ഡു? ദേ അബ്സോർബ് വാട്ടർ, എന്നിട്ട് they become flaccid and rigid. Okay, they become curved. Okay, they swell up. Okay, and these things curve out. Alright, ഇങ്ങനെ curve ആവുമ്പോഴാണ് ഈ സ്റ്റൊമാറ്റൽ പോർ ഓപ്പൺ ചെയ്യണേ. സോ ബട്ട് ദെൻ വെൻ ഇനഫ് വാട്ടർ ഇസ് നോട്ട് അവൈലബിൾ, ഈ ഗാർഡ് സെൽസിൽ നിന്നും they lose water and these cells become flaccid. Okay, flaccid എന്നാണ് പറയാ, flaccid ആവും. Flaccid ആവുമ്പോഴത്തേക്ക് ഈ സ്റ്റൊമാറ്റൽ പോർ closes. Okay, so how does the stomata works? Water flows into the guard cells swell ചെയ്യും, swell ചെയ്യുമ്പോഴത്തേക്കും they curve and the pores open. How does the stomata close? Guard cells water lose ചെയ്യും, അപ്പൊ guard cells become flaccid and straight and pore close ചെയ്യും. Okay, since water is also lost through stomata, അതുകൊണ്ട് തന്നെ oxygen which is produced as a byproduct of photosynthesis is also lost through stomata. Carbon dioxide is stomata ഉള്ളിലേക്ക് കേറുന്നത് അല്ല, carbon dioxide also enters through the stomata. Okay, അപ്പോൾ ഈ പറയുന്നത് പോലെ stomata is a very important part which is controlled by the stomatal pore is controlled by the guard cells. അത് ഡിപ്പെൻഡ് ചെയ്യണത് വാട്ടർ അവൈലബിലിറ്റിനെ അനുസരിച്ചിട്ടാണ്. ഗാർഡ് സെൽസിൽ എത്ര വാട്ടർ ഉണ്ട്, ഗാർഡ് സെൽസ് അബ്സോർബ് ചെയ്യുമ്പോൾ pores open out, guard cells when they lose water it becomes flaccid and closes the pore എന്നുള്ള രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ ഓക്കെ, ലീവ്സിന്റെ കാര്യം പറഞ്ഞു. അണ്ടർ സൈഡിലാണ് ഈ പറയുന്ന ബ്രോഡ് ലീവ്സിലൊക്കെ ലോവർ സൈഡിലാണ് കൂടുതലും സ്റ്റൊമാറ്റൽ പോർസ് ഉള്ളത്, ഇൻ ഓർഡർ ടു കൺസേർവ് വാട്ടർ എന്നുള്ളതും പറഞ്ഞു. ഇനി അക്വാറ്റിക് പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് അവർ അബ്സോർബ് ചെയ്യുന്നത് ചുറ്റുമുള്ള വെള്ളത്തിൽ നിന്ന്, ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷോർട്ട് നോട്ട് എഴുതി, 3 റോ മെറ്റീരിയൽസ് എഴുതിക്കോ. റോ മെറ്റീരിയൽസ് എഴുതിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ് താഴെ എഴുതണം. സൺലൈറ്റിനെതിരെ ക്ലോറോഫിൽ എന്ന് കൊടുക്കോ, കാർബൺ ഡൈ ഓക്സൈഡിനെതിരെ സ്റ്റൊമാറ്റ എന്ന് കൊടുക്കോ. സ്റ്റൊമാറ്റയുടെ ബ്രാക്കറ്റിൽ ഗാർഡ് സെൽസ് എന്നിട്ടോ, ഗാർഡ് സെൽസിനെ പറ്റിയിട്ട് ബാക്കി പറയണം. അണ്ടർ സൈഡ് ഓഫ് ലീഫ് എന്നും കൂടി കൊടുത്തോ, അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓൾറൈറ്റ്, ഇനി വാട്ടർ എവിടെ നിന്നാ കിട്ടണേ? ആൻഡ് സ്റ്റൊമാറ്റോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരെണ്ണം എഴുതിട്ടോ, സ്റ്റൊമാറ്റോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ആ റിയാക്ഷൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് എഴുതിക്കോ, ഈ റിയാക്ഷൻ എഴുതിക്കോളൂ. 6CO2 plus 6H2O plus light from sunlight in presence of chlorophyll gives glucose plus 6 oxygen. Very very important. ഓക്കെ, ശരി. ഇനിയുള്ളത് മൂന്നാമത്തെ സാധനം വിച്ച് ഇസ് വാട്ടർ. വാട്ടർ ഓഫ് കോഴ്സ് റൂട്ട്സിൽ നിന്നാണ് കിട്ടണേ. ഈ റൂട്ട്സ് എന്ന് പറയുന്നതിൽ റൂട്ട് ഹെയർസ് ഉണ്ടാവും. ഐ റിയലി ഹോപ്പ് അതിന്റെ പടം ഉണ്ട് നോക്കട്ടെ. റൂട്ട് ഹെയർസ് ഉണ്ടാവും. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നതിൽ തന്നെ കുറെ ഇങ്ങനെ കുഞ്ഞ് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും കേട്ടോ. ആ റൂട്ട് ഹെയർസ് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ അബ്സോർപ്ഷന്. ഒരു റൂട്ട് ഇങ്ങനെ വന്നു, കുറെ റൂട്ട് ഹെയർസ് എന്തിനു വേണ്ടിയിട്ടാ?
Surface area increase. Anything with root hairs, anything with larger surface area will increase the surface area for water absorption. ഈ water of course കയറി കഴിഞ്ഞിട്ട് അത് ലീഫ് വരെ എത്തണം. ലീഫ് വരെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം is maintained by ആരാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തണേ? Xylem vessels. Very important. Xylem vessels ആണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തണേ. Okay, xylem vessels take up the water from the roots to the leaves എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ വെള്ളം മാത്രമല്ല പോണേ, ഇതിന്റെ കൂട്ടത്തില് കുറേ മെറ്റീരിയൽസ് ലൈക്ക് മിനറൽസും കൂടി പോകുന്നുണ്ട്. ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, മെഗ്നീഷ്യം പോലത്തെ സംഭവങ്ങളൊക്കെ ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ദ സോയിൽ. എന്നിട്ട് ഇറ്റ് ഇസ് ടേക്കൺ ടു ദ ലീവ്സ് ഫോർ ആക്ച്വൽ യൂസേജ് ബൈ ദ പ്ലാന്റ്സ്. ഓക്കെ, നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ ഡയറക്റ്റ് നൈട്രജൻ അല്ല നമ്മൾ യൂസ് ചെയ്യണേ, അവർ അബ്സോർബ് ചെയ്യണേ. നൈട്രജനെ സോയിലില് നൈട്രേറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവണേ, നൈട്രേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ 70% നൈട്രജൻ ആണ്. പക്ഷേ ആ നൈട്രജൻ അൺഫോർച്ചുനേറ്റ്ലി പ്ലാന്റ്സിന് ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ നൈട്രജനെ സോയിലുള്ള ചില ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ റൈസോബിയം ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ റൈസോബിയം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ഫോമിൽ കൺവേർട്ട് ആക്കും. ആ നൈട്രേറ്റ്സ് എന്ന് പറയുന്നതിനെ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും ആൻഡ് ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് എലോങ് വിത്ത് ദ വാട്ടർ ടു ദ ലീവ്സ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ. ഇത് ഓക്കെ ആണ് എല്ലാവർക്കും? സൺലൈറ്റ് ആണ്. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ആഡ് ആവുന്നത് ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഇസ് ഹാപ്പനിങ്. ആ chemical reaction energy is provided by the sunlight. So the whole energy in order to carry out the reaction, രണ്ട് reaction നടക്കാനുള്ള whole energy is provided by the sunlight എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സൺലൈറ്റ് ആരാ ചെയ്യണേ? സൺലൈറ്റ് എവിടെ നിന്ന് അബ്സോർബ് ആവണേ? ക്ലോറോപ്ലാസ്റ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലുള്ള ക്ലോറോഫിൽ ആണ് അബ്സോർബ് ചെയ്യുന്നത്. Now what is the actual process of? അപ്പൊ ക്ലോറോഫിൽ absorbs the energy from the sunlight which is actually used for the food preparation. Now അപ്പൊ സൺലൈറ്റ് എഴുതിക്കോ, അതിന്റെ താഴെ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോഫിൽ എഴുതിക്കോ ഷോർട്ട് നോട്ട്സില്. ആക്ച്വൽ സ്റ്റെപ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒന്നും പഠിക്കാനില്ല. ബാക്കി രണ്ട് സിലബസുകാർക്ക്, സ്റ്റേറ്റുകാർക്കും ICSE-കാർക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, നിങ്ങൾക്ക് ഒന്നുമേ പഠിക്കാനില്ല. ഉള്ളത് മര്യാദയ്ക്ക് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് തിങ് സൺലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്യും. ആരെ അബ്സോർബ് ചെയ്യും? ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ ഓഫ് ദ സൺലൈറ്റ്സ് എനർജി ബൈ ദ ക്ലോറോഫിൽ. സെക്കൻഡ് തിങ്, ഈ ലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കും. ദിസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. തേർഡ് തിങ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് എനർജി എങ്ങനെയാ എന്തിനാ യൂസ് ചെയ്യണേ? ആ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വാട്ടർ യൂസിങ് ദ ലൈറ്റ് എനർജി ഇൻടു എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഈ എടുത്തിരിക്കുന്ന ഹൈഡ്രജനെ യൂസ് ചെയ്യും. ഹൈഡ്രജനെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കും. കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഒന്നുകൂടി പറയാം, സൺലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തു. ആരെ അബ്സോർബ് ചെയ്തു? ക്ലോറോഫിൽ അബ്സോർബ് ചെയ്തു. ക്ലോറോഫിൽ അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആ ലൈറ്റ് എനർജി വെച്ചിട്ട് എന്താ ചെയ്യണേ? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തു. ഹൈഡ്രജനും ഓക്സിജനായിട്ട്. വാട്ടർ ഇസ് ദെയർ ഇൻ ദ ലീഫ്, കാരണം അത് താഴെ നിന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു. ഹൈഡ്രജനും ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ ഹൈഡ്രജൻ എടുത്തിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റൊമാറ്റോ വഴി. ആ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്തു. എന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ലൈക്ക് ഗ്ലൂക്കോസ് ഉണ്ടായി. അപ്പൊ ഈ ഓക്സിജൻ എവിടെ പോയി? ഓക്സിജൻ ഇസ് എ ബൈ പ്രോഡക്റ്റ് which is passed out through the stomata. Okay, now again, what is the term reduction over here? Adding of hydrogen is known as reduction. So adding of hydrogen is also known as reduction ആണ്. റിഡക്ഷനെ പറ്റിയിട്ട് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി നമ്മൾ പഠിക്കുന്നുണ്ട്. again I'll say ഇത് എന്താണ് റിഡക്ഷൻ എന്നുള്ള ടേം എന്നുള്ളത് ഞാൻ വീണ്ടും പറയാം. എന്നാലും addition of hydrogen is also known as reduction. So അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നത്. ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, reduction of carbon dioxide by hydrogen, that is hydrogen is reacting with carbon dioxide and carbon dioxide accepts hydrogen to form glucose. ഈ പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറയുക. ഈ പ്രോസസ്സിനെ മാത്രമല്ല, this is a type of chemical reaction where hydrogen is added. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ആവുക എന്നുള്ളത് പറയുന്നത്. Okay, one of the type is reduction. Okay, അപ്പോൾ ഒന്ന് പറഞ്ഞേ എല്ലാവരും, കാണാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ.